ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ആക്സിയലി ലോഡഡ് കോളം വിത്ത് ഹെലിക്കൽ ടൈസ് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ലാറ്ററൽ ടൈസ് വെച്ചിട്ടുള്ള കോളംസിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോളംസ് വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ടേക്ക് മോർ ലോഡ് ദാൻ ദാറ്റ് ഓഫ് ടൈറ്റ് കോളംസ്. ലാറ്ററൽ ടൈറ്റ് കോളത്തിനേക്കാളും കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഹെലിക്കലി റീഇൻഫോഴ്സ്ഡ് കോളം കൂടുതൽ ലോഡ് എടുക്കും. ഡ്യൂ ടു ദി അഡീഷണൽ സ്ട്രെങ്ത് ഓഫ് സ്പൈറൽസ് ഇൻ കോൺട്രിബ്യൂട്ടിങ് ദി സ്ട്രെങ്ത് ഓഫ് കോളം. കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദി അഡീഷണൽ സ്ട്രെങ്ത് ഓഫ് സ്പൈറൽ നമ്മൾ സ്പൈറലായിട്ടാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്, നമ്മൾ ടൈസ് കൊടുക്കുന്നത് സ്പൈറൽ ടൈസാണ്. അപ്പോൾ സ്പൈറൽ ടൈസിൻ്റെ അഡീഷണൽ സ്ട്രെങ്ത് കൊണ്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു കൂടുതൽ സ്ട്രെങ്ത് വരുന്നത്. അക്കോർഡിംഗ് ടു ക്ലോസ് 39.4. അപ്പോൾ IS കോഡിലെ ക്ലോസ് 39.4 നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് റെക്കമെൻഡ്സ് ദാറ്റ് എ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഓഫ് 1.05 റിഗാർഡിംഗ് ദി സ്ട്രെങ്ത് ഓഫ് സച്ച് കോളം. അപ്പോൾ സാധാരണ കോളത്തേക്കാളും 1.05 ടൈംസ് സ്ട്രെങ്ത് കൂടുതലാണെന്ത്, ഹെലിക്കലി റീഇൻഫോഴ്സ്ഡ് അല്ലെങ്കിൽ സ്പൈറലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള കോളത്തിന്. അത് ക്ലോസ് പറയുന്നത് നിങ്ങൾ ക്ലോസ് ശ്രദ്ധിക്കണം. ആസ് പെർ ക്ലോസ് 39.4. The court further recommends that the ratio of volume of helical reinforcement to the volume of core shall not be less than 0.36 Ag/AC minus 1 into FCK/Fy. കോഡ് വീണ്ടും പറയുന്ന ഒരു റെക്കമെൻഡേഷനും കൂടിയുണ്ട്. ഈ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ വോളിയം ആൻഡ് വോളിയം ഓഫ് കോർ, ആ റേഷ്യോ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 0.36 into Ag/AC minus 1 into FCK/Fy in order to apply the additional strength factor of 1.05. അപ്പോൾ 1.05 എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ട്രെങ്ത് ഫാക്ടർ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ടു ദി വോളിയം ഓഫ് കോർ shall not be less than 0.36 into Ag/AC minus 1 into FCK/Fy. അപ്പോൾ ഗവേണിംഗ് ഇക്വേഷൻ, അപ്പോൾ അതിൻ്റെ ഗവേണിംഗ് ഇക്വേഷൻ, ഈ സ്പൈറൽ കോളത്തിൻ്റെ ഗവേണിംഗ് ഇക്വേഷൻ എന്താവും, PU ഇൻറ്റു 1.05 മൾട്ടിപ്ലൈയിങ് ഫാക്ടറും കൂടിയും വരും. 1.05 ഇൻറ്റു 0.4 FCK ഇൻറ്റു AC പ്ലസ് 0.67 FY ഇൻറ്റു AC വരും. ഈ ടേംസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഏർലിയർ ഒബ്സർവേഷൻ ഓഫ് several investigator reveals that the effect of containing hold in good elastic stage only and gets lost when spiral reach the yield point. Again, the spiral become fully effective after spalling of the concrete cover over the spiral due to the excessive deformation. Accordingly, the above 2 points should be considered in the design of such columns. First point is regarding the enhanced load carrying capacity taken into account by multiplying factor of 1.05. The second point is maintaining the specified ratio of volume of helical reinforcement to the volume of core. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഒന്ന് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ സ്ട്രെങ്ത്ത് 1.05 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും വേണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ചെക്ക് ഫോർ the ratio of volume of helical reinforcement to the volume of core. ഇനി നെക്സ്റ്റ് നമുക്ക് പിച്ച് ഓഫ് ദി ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ദ പിച്ച് ഓഫ് ദി ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദി റേഷ്യോ ഓഫ് വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ടു ദി വോളിയം ഓഫ് കോർ. ആ ഒരു റേഷ്യോ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പിച്ച് ഓഫ് ദി ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ ഇൻ വൺ ലൂപ്പ്, ഒരു ലൂപ്പിലുള്ള വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പൈ ഇൻറ്റു DC മൈനസ് 5SP ഇൻറ്റു ASP. അതിൽ DC എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് കോർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഹെലിക്കലി റീഇൻഫോഴ്സ്ഡ് കോളം എന്ന് പറഞ്ഞാൽ സർക്കുലർ ക്രോസ് സെക്ഷനുള്ള കോളത്തിനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് സർക്കുലർ ക്രോസ് സെക്ഷനുള്ള കോളം, ഇതാണ് നമ്മളെ ഹെലിക്കലി റീഇൻഫോഴ്സ്മെൻറ്റ്. ഇതായിരിക്കും എന്ത്, നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നത്. അപ്പോൾ
ഇതിനാണ് കോർ എന്ന് പറയുന്നത്. ഔട്ടർ ടു ഔട്ടർ, നമ്മൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഔട്ടർ ടു ഔട്ടർ ആണെന്ത് കോർ. ഇതാണ് ഡയമീറ്റർ ഓഫ് കോർ എന്ന് പറയുന്നത്. ഇനി 5SP എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി ഫൈറൽ. ഈ സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ ആണെന്ത് 5SP എന്ന് പറഞ്ഞാൽ. ASP എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. P എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പിച്ചാണ്. അപ്പോൾ വോളിയം ഓഫ് കോർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് π/4 ഇൻറ്റു dc² ഇൻറ്റു P ആണെന്ത് വോളിയം ഓഫ് 1 ലൂപ്പ് ഓഫ് കോർ. ഒരു ലൂപ്പ് ഓഫ് കോറിൻ്റെ വോളിയം എന്താണ് π/4 ഇൻറ്റു dc² ഇൻറ്റു P ആണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ 0.36 ഇൻറ്റു Hg/AC ഇൻറ്റു FCK/FA. അപ്പോൾ ക്ലോസ് 39.4 പറയുന്ന ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദിസ് റേഷ്യോ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള റേഷ്യോ, ദാറ്റ് ഈസ് വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്, ദാറ്റ് ഈസ് പൈ ഇൻറ്റു DC മൈനസ് 5SP ഇൻറ്റു ASP ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് കോർ എന്താണ്? ഇറ്റ് ഈസ് π/4 ഇൻറ്റു dc² ഇൻറ്റു P ഷുഡ് ബി ലെസ് ദാൻ 0.36 ഇൻറ്റു Hg/AC ഇൻറ്റു 1 ഇൻറ്റു FCK/FI. ഈ ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് സോൾവ് ചെയ്ത് കിട്ടുമ്പം നമുക്ക് എന്ത് ചെയ്യും? പിച്ചിന് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഫി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.1 DC മൈനസ് 5SP ഇൻറ്റു ASP ഇൻറ്റു FI ഡിവൈഡഡ് ബൈ d² മൈനസ് dc² ഇൻറ്റു FCK. അതിന് D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി കോളാണ്, DC എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി കോറാണ്. ബാക്കിയുള്ള എല്ലാ ടേംസും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ആദ്യം അതിന് മുന്നേ എന്ത് ചെയ്യാം? ഇതിൻ്റെ IS കോഡ് സ്പെസിഫിക്കേഷനൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. IS കോഡിൽ എവിടെയാണെന്നൊക്കെ നോക്കാം. ഇനി 39.4 എന്ന ക്ലോസ് ഇവിടെയാണ് പറയുന്നത്. പേജ് 71 IS കോഡിൽ IS 456 പേജ് 71 ആണെന്ത് നമ്മളെ 39.4 പറയുന്നത്. ദ സ്ട്രെങ്ത് ഓഫ് കംപ്രഷൻ മെമ്പേഴ്സ് വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് സാറ്റിസ്ഫൈങ് ദി റിക്വയർമെൻറ്റ്സ് ഓഫ് 39.4.1 ഷോൾ ബി ടേക്കൺ ആസ് 1.05 ടൈംസ് ദി സ്ട്രെങ്ത് ഓഫ് സിമിലർ മെമ്പേഴ്സ് വിത്ത് ലാറ്ററൽ ടൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. IS കൊടുത്ത ഒന്ന് ക്ലോസ് വായിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ക്ലോസ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ലാറ്ററൽ ടൈസിനേക്കാളും ഹെലിക്കലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള കംപ്രഷൻ മെമ്പേഴ്സിന് എന്തുണ്ട്? സ്ട്രെങ്ത് 1.05 ടൈംസ് കൂടുതലുണ്ട്. അപ്പോൾ അത് ഈ ഒരു കൂടുതലുണ്ടാവാൻ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദി ഫോളോയിങ് കണ്ടീഷൻ. ആ കണ്ടീഷനാണ് പറയുന്നത്. The ratio of volume of helical reinforcement to the volume of core shall not be less than 0.36 into Hg/AC minus 1 into FCK/FI. അപ്പോൾ ദാറ്റ് വാല്യൂ ഈ 1.05 ടൈംസ് കൂടണമെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ. ദാറ്റ് ഈസ് വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ടു ദി വോളിയം ഓഫ് കോർ ഷാൾ നോട്ട് ബി ലെസ് ദാൻ, അതായത് കുറയാൻ പാടില്ല, 0.36 into Hg/AC minus 1 FCK/FI. H എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രോസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. AC എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി കോർ ഹെലിക്കലി റീഇൻഫോഴ്സ്ഡ് കോളം മെഷേർഡ് ടു ദി ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി ഹെലിക്സിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ വരെ. ഔട്ട്സൈഡ് ഡയമീറ്റർ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഹെലിക്കലി റീഇൻഫോഴ്സ്ഡ് കോളെങ്കിൽ സർക്കുലർ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് എങ്കിൽ ഇതിൻ്റെ ഔട്ടർ ടു ഔട്ടർ ആണെന്ത് AC ഏരിയ ഓഫ് കോർണർ. FCK എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. FA എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് yield സ്ട്രെങ്ത് ഓഫ് സ്റ്റീലാണ്. ബട്ട് നോട്ട് എക്സീഡിങ് 415 Nm/mm². അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പിച്ചിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളത്. ആ പിച്ചിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ബൈ ഹാർട്ട്. ആ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻസ് സോൾവ് ചെയ്തെടുത്താൽ മതി. ഇനി നെക്സ്റ്റ് ഹെലിക്കലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള കോളത്തിനെ കുറിച്ച് പറയുന്ന IS കോഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ പേജ് 49 വരുന്നത്. പേജ് 49 26.5.3. 26.5.3.2
ഡി എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോസ് ആണ്. അപ്പോൾ ഈ ക്ലോസ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ ക്ലോസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലോസ് നമ്മൾ 39.4 വായിച്ചു, 39.4 പേജ് 71. ഇനി 26.5.3.2 ഡി എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോസ്, ഈ ക്ലോസും കൂടി വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പിച്ച് ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൾ ബി ഓഫ് റെഗുലർ ഫോർമേഷൻ വിത്ത് ദ ടേൺസ് ഓഫ് ദി ഹെലിക്സ് സ്പേസ്ഡ് ഇവൻലി ആൻഡ് ഇറ്റ്സ് എൻഡ് ഷാൾ ബി ആങ്കേർഡ് പ്രോപ്പർലി. എൻഡ് എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ആങ്കറിങ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ആങ്കേർഡ് പ്രോപ്പർലി ബൈ പ്രൊവൈഡിങ് 1.5 എക്സ്ട്രാ ലെങ്ത് ഓഫ് സ്പൈറൽ ബാർ. നമ്മളെങ്ങനെയാണ് ആങ്കർ ചെയ്യേണ്ടത്? ബൈ പ്രൊവൈഡിങ് 1.5 ലെങ്ത്, ആ സ്പൈറലിൻ്റെ 1.5 ലെങ്ത്തിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ബി ആങ്കേർഡ്. ദ സ്പൈറൽ ഹാവ് ടു ബി ആങ്കേർഡ്. Where an increased load on column on the strength of helical reinforcement is allowed for. The pitch of helical turns shall not be more than 75 mm nor more than 1/6 of the core diameter. എന്തിന് കൂടാൻ പാടില്ല? 75 mm അല്ലെങ്കിൽ 1/6 ഓഫ് ദി കോർ ഡയമീറ്റർ. ഇതിനേക്കാളും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഹെലിക്കലി റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പിച്ച് കൂടാൻ പാടില്ല. അപ്പോൾ മാക്സിമം പിച്ച് എത്ര വരുന്നത്? ഏത് 75 mm ഓർ 1/6 ഓഫ് ദി കോർ ഡയമീറ്റർ. ഇതിലേതാണ് ചെറിയ വാല്യൂ? അതിനേക്കാളും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ പിച്ച് കൂടാൻ പാടില്ല. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് ലെസ് ദാൻ, കുറയാനും പാടില്ല. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 25 mm ഓർ നോട്ട് ലെസ് ദാൻ 3 times ദി ഡയമീറ്റർ ഓഫ് ദി സ്റ്റീൽ ബാർ ഫോമിങ് ദി ഹെലിക്സ്. അപ്പോൾ ഹെലിക്കൽ ആ സ്പൈനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡയമീറ്ററിൻ്റെ 3 times അല്ലെങ്കിൽ 25 mm. ഇതിലേതാണോ ചെറിയ വാല്യൂ, ആ വാല്യൂവിനേക്കാളും എന്ത് ചെയ്യാൻ പാടില്ല? ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് കുറയാനും പാടില്ല. ഇൻ അതർ കേസസ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് 26.5.3 ഷാൾ ബി കംപ്ലൈഡ് വിത്ത്. ദ ഡയമീറ്റർ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൾ ബി അക്കോർഡൻസ് വിത്ത് 26.5.3.2. ഡയമീറ്റർ വരുന്നത് നമ്മൾ 26.5.3.2 എന്ന ക്ലോസ് വെച്ചിട്ടാണ്. സി, ഈ ഒരു ക്ലോസ് വെച്ചിട്ട് ദാറ്റ് ഈസ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് പോളിഗണൽ ലിങ്ക്സ് ലാറ്ററൽ ടൈസ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 1/4 of ഡയമീറ്റർ ഓഫ് ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡൽ ബാർ ഇൻ നോ കേസ് ലെസ് ദാൻ 6 mm. അപ്പോൾ ഡയമീറ്റർ നമ്മൾ കണക്കാക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഈ ഒരു ക്ലോസ് വെച്ചിട്ട്, സി എന്നുള്ള ക്ലോസ് വെച്ചിട്ടാണ് വേണ്ടത്. ഇതാണ് സി എന്നുള്ള ക്ലോസ് വരുന്നത്. അപ്പോൾ ഡയമീറ്റർ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് പോളിഗണൽ ലിങ്ക്സ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 1/4 of ദി ഡയമീറ്റർ ഓഫ് ദി ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ ബാറിൻ്റെ 1/4 of ദി ഡയമീറ്റർ ഓഫ് ഇൻ നോ കേസ് ലെസ് ദാൻ 6 mm. 16 അല്ല, 6 mm ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കണം. അപ്പോൾ 6 mm. അപ്പോൾ ഒരു കേസിൽ എന്താകാൻ പാടില്ല? മിനിമം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 6 mm ആണ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1/4 of ദി ഡയമീറ്റർ ഓഫ് ദി ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ ബാർ. ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ ബാറിൻ്റെ 1/4 എന്ത് ചെയ്യാൻ പാടില്ല? കുറയാനും പാടില്ല. മിനിമം എന്ത് വേണം? ഒരു 6 mm എങ്കിലും വേണം. അപ്പോൾ ഡയമീറ്ററിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലോസ് ഇതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു തിയറി പോർഷൻ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം? വി ക്യാൻ ഡിസ്കസ് ദി ന്യൂമറിക്കൽ പ്രോബ്ലം. ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് എന്താ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്പൈറൽ ഹെലിക്കലി റീഇൻഫോഴ്സ്ഡ് ആയിട്ട് കോളത്തിൻ്റെ കേസിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 2 ക്ലോസ് എന്ന് പറഞ്ഞാൽ 39.4 അതുപോലെ തന്നെ 26.5.3.2 ഡി എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോസുമാണ്. അപ്പോൾ ഈ 2 ക്ലോസുകൾ നിങ്ങൾ പഠിച്ചാൽ പേജ് 71 പേജ് 49. അപ്പോൾ ഈ 2 ക്ലോസുകളും നിങ്ങൾ പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ബ്രീഫായിട്ട് ഓർത്ത് വെക്കേണ്ടതിന്, നമ്മളൊരു സ്പൈറലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള കോളാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് 1.05 times കൂടും.
അപ്പോൾ ഈ ഒരു ഇക്വേഷൻ 1.05 ടൈംസ് കൂട്ടണമെങ്കിൽ യു ഷുഡ് സാറ്റിസ്ഫൈ ദി കണ്ടീഷൻ ഓഫ് 39.4. 39.4 പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ, ദാറ്റ് ഈസ് വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ടു ദി വോളിയം ഓഫ് കോർ should not be less than 0.36 into HE/AC minus 1 into FCK/FI എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യണം, യു ഷുഡ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 1.05 ടൈംസ് സ്ട്രെങ്ത്ത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ പ്രോബ്ലം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സാധാരണ ഒരു 10-15 മാർക്കിന് അല്ലെങ്കിൽ 15 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.